അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ നിക്കാഹിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുത്ത 14 ഉപദേശങ്ങൾ. 1. ഭർത്താവിന് അനുസരണയില്ലാത്ത അഹങ്കാരിയായി നീ മാറരുത്. അങ്ങനെ നീ മാറിയാൽ ദാരിദ്ര്യം കൊണ്ട് നിന്നെ അള്ളാഹു ശിക്ഷിക്കും. ഭർത്താവിന്റെ അനുവാദമില്ലാതെ നീ പുറത്തു പോകരുത്. ഭർത്താവ് അറിയാതെ നീ പുറത്തു പോയാൽ നീ പോകുന്ന സ്ഥലങ്ങളിലെ ജീവികളെല്ലാം നിന്നെ ശപിക്കും. നിന്റെ ഭർത്താവ് നിന്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോഴും പുറത്തു പോവുകയാണെങ്കിലും നീ മുഖം കറുപ്പിക്കരുത്. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇതുവരെ നിങ്ങളിൽ നിന്നും ഒരു നന്മയും ഉണ്ടായിട്ടില്ല എന്ന് പറയരുത്. അങ്ങനെ നീ പറഞ്ഞാൽ നിക്കാഹ് കഴിഞ്ഞ ആ നിമിഷം മുതൽ നീ ഇതുവരെ ചെയ്ത എല്ലാ നന്മകളും നിനക്ക് ബാത്തിലായി പോകും. ഒരു തരത്തിലും നീ നിന്റെ ഭർത്താവിനെ വേദനിപ്പിക്കാൻ പാടില്ല. ഭർത്താവ് നിന്നെ വിളിക്കുകയാണെങ്കിൽ നീ എവിടെയായിരുന്നാലും നീ മറുപടി കൊടുക്കണം. ഭർത്താവിന്റെ പെരുമാറ്റത്തോടെ നിനക്ക് പ്രസവിക്കുവാനായാൽ നിന്റെ ശരീരത്തിലെ ഓരോ രോമങ്ങളുടെ അളവനുസരിച്ച് അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകുന്നതാണ്. ഭർത്താവിന്റെ പൊരുത്തത്തോടെ നിന്റെ കുഞ്ഞിനെ നീ 2 വയസ്സുവരെ മുലപ്പാൽ കൊടുക്കണം. എങ്കിൽ 1000 ഷഹീദിന്റെ കൂലി നിനക്ക് അള്ളാഹു നൽകും. റുകൂഉം സുജൂദും ഒഴിച്ച് ബാക്കിയെല്ലാം നിനക്ക് നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യാവുന്നതാണ്. നീ നിന്റെ ഭർത്താവിനെ സ്നേഹിച്ചാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും നീ ഭർത്താവിനെ വെറുത്താൽ അള്ളാഹുവിന്റെ ശാപവും നിനക്ക് ഉണ്ടാവുന്നതാണ്. നിന്റെ ഭർത്താവിനെ നീ സന്തോഷിപ്പിച്ചാൽ നിനക്കായി 10 നന്മകൾ എഴുതുകയും 70 തിന്മ നിന്നിൽ നിന്നും മായ്ച്ചു കളയുന്നതുമാണ്. നീ നിന്റെ ഭർത്താവിന്റെ പൊരുത്തത്തിൽ വേണം മരിക്കുവാൻ. എന്നാൽ നിനക്ക് സ്വർഗം പ്രതിഫലമുണ്ട്. തന്റെ ഭർത്താവിനോടുള്ള വാക്കുകളും നോട്ടങ്ങളും സ്നേഹം നിറഞ്ഞതാവണം. ഈ ഉപദേശങ്ങൾ നീ മരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർക്കും എത്തിക്കണം. ഈ വചനങ്ങളെല്ലാം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ നിക്കാഹിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൾക്ക് കൊടുത്ത ഉപദേശങ്ങളാണ്. ഇത് നമ്മൾ മനസ്സാ വാചാ കർമ്മന ശിരസാ വഹിക്കുക.